എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. വന്ദേമാതരം വിവാദം. വി.ഡി. സതീശൻ സർക്കാരും രാജ്ഭവനും തമ്മിൽ പ്രോട്ടോകോൾ യുദ്ധത്തിലേക്ക്. പുതിയ UDF സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ കേരള നിയമസഭയിൽ അരങ്ങേറിയ വന്ദേമാതരം പ്രോട്ടോകോള് ലംഘനം കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുന്നു. നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച നിയമസഭയിൽ നടന്ന റിഹേഴ്സൽ വേളയിൽ തന്നെ വന്ദേമാതരം മുഴുവന് പാടണമെന്ന രാജ്ഭവന്റെ കർശന നിർദ്ദേശം സർക്കാർ തള്ളിയിരുന്നു. ഇതിനു പിന്നാലെ സഭയിൽ പോലീസ് ബാൻഡ് ഗീതത്തിന്റെ ആദ്യഭാഗം മാത്രം വായിച്ച് അവസാനിപ്പിച്ചതോടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇനി സ്വീകരിക്കുന്ന നിലപാട് വി.ഡി. സതീശന് സർക്കാരിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ സ്വാധീനിച്ചേക്കാവുന്ന തരത്തിൽ നിർണായകമായിരിക്കുകയാണ്. കേന്ദ്ര പ്രോട്ടോക്കോളും സംസ്ഥാനത്തിന്റെ നിലപാടും ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് പൂർണ്ണരൂപത്തിലുള്ള 6 ചരണങ്ങളും ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശനമായ പുതിയ പ്രോട്ടോക്കോൾ നിലനിൽക്കെയാണ് സതീശന് സർക്കാർ രാജ്ഭവനെ വെല്ലുവിളിച്ചത്. ഈ നടപടിയെ കേന്ദ്ര സർക്കാർ എത്രത്തോളം ഗൗരവത്തോടെ കാണുമെന്നതാണ് ഇനിയുള്ള പ്രധാന ചോദ്യം. ദേശീയ പ്രോട്ടോക്കോളിന്റെ ലംഘനവും ഭരണഘടനാ തലവന്റെ നിർദ്ദേശത്തോടുള്ള അനാദരവുമായി ഡൽഹി ഇതിനെ വിലയിരുത്തിയാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഭരണഘടനാപരമായ നീക്കങ്ങൾക്ക് കേന്ദ്രം മുതിർന്നേക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു മുന്നോട്ടുപോകും എന്ന വാഗ്ദാനം ആവർത്തിച്ചിരുന്നു. എന്നാൽ സഭയുടെ തുടക്കത്തിൽ തന്നെ സംഭവിച്ച ഈ വീഴ്ച ആ പ്രഖ്യാപനങ്ങളുടെ ആത്മാർത്ഥതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക വിഹിതങ്ങളും GST കുടിശ്ശികകൾക്കുമായി പുതിയ സർക്കാർ ഡൽഹിയുമായി നയതന്ത്രപരമായ ചർച്ചകൾക്കൊരുങ്ങുന്നതിനിടെയുണ്ടായ ഈ പ്രോട്ടോക്കോള് യുദ്ധം കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറാനാണ് സാധ്യത. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ഏകപക്ഷീയ തീരുമാനമൊന്നും അംഗീകരിക്കില്ലെന്ന സന്ദേശമാണ് വി.ഡി. സതീശന് സർക്കാർ നൽകുന്നത്. അതായത് മോദിയുമായി ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയ പാതയാകും വി.ഡിയും സ്വീകരിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ സാധ്യത. ദേശീയ പ്രോട്ടോക്കോള് ലംഘനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഗവർണറോട് അടിയന്തര റിപ്പോർട്ട് തേടിയേക്കും. സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായ ബാൻഡ് സംഘം കേന്ദ്ര ചട്ടങ്ങൾ പരസ്യമായി ലംഘിച്ചതിനെതിരെ ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് വിശദീകരണം ആവശ്യപ്പെട്ടാൽ അത് സതീശന് സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കും. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രത്തിന്റെ സഹായം അത്യന്താപേക്ഷിതമായിരിക്കുന്ന സാഹചര്യത്തിലാണ് UDF സർക്കാർ അനാവശ്യമായൊരു പ്രോട്ടോക്കോള് പോരിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. ഖജനാവ് പൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്ന കേരളത്തിന് കേന്ദ്ര പാക്കേജുകളും വായ്പാപരിധി ഉയർത്തലും അനിവാര്യമാണ്. എന്നാൽ ഇത്തരം രാഷ്ട്രീയ ഘർഷണങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക അനുമതികൾ വൈകിപ്പിക്കാൻ കാരണമായേക്കാമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. അണിയറയിലെ തർക്കങ്ങൾ പരസ്യമാകുന്നു. ഭരണമാറ്റത്തിന് പിന്നാലെ രാജ്ഭവനുമായി ഊഷ്മളമായൊരു ബന്ധം സ്ഥാപിക്കാൻ വി.ഡി. സതീശന് ശ്രമിക്കുന്നതിനിടയിലാണ് അണിയറയിലെ തർക്കങ്ങൾ സഭയ്ക്കുള്ളിൽ പരസ്യമായത്. വ്യാഴാഴ്ചത്തെ റിഹേഴ്സലിൽ തന്നെ ഉദ്യോഗസ്ഥര് തമ്മിൽ വന്ദേമാതരത്തിന്റെ ദൈർഘ്യത്തെച്ചൊല്ലി തർക്കമുണ്ടായിരുന്നു. സഭയിലെ കീഴ്വഴക്കങ്ങൾ മാറ്റാനാകില്ലെന്ന സർക്കാരിന്റെ ശാഠ്യം ഒടുവിൽ കേന്ദ്ര നിയമങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയായിരുന്നു. ഈ വിവാദം നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന L.DFനും സഭയിലെ 3 BJP അംഗങ്ങൾക്കും ഒരുപോലെ സർക്കാരിനെതിരെ പ്രയോഗിക്കാനുള്ള മികച്ച ആയുധമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ ധനകാര്യ ധവളപത്രവും ഇന്ദിരാ ഗ്യാരണ്ടികളും ചർച്ചയാകേണ്ടതിനു പകരം വന്ദേമാതരം വിവാദത്തിൽ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യതയേറുന്നത്. ഇത് സർക്കാരിന്റെ സുഗമമായ സഭാ നടത്തിപ്പിനെ ബാധിക്കും. നിയമപരമായ പ്രതിസന്ധികൾ. വർഷങ്ങളായി തുടരുന്ന നിയമസഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പെട്ടെന്ന് മാറ്റാൻ കഴിയില്ലെന്ന വാദമായിരിക്കും ഭരണപക്ഷം ഉയർത്തുക. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ പ്രോട്ടോക്കോളും പ്രാദേശിക കീഴ്വഴക്കങ്ങൾക്ക് മുകളിലാണെന്ന ശക്തമായ വാദവുമായി രാജ്ഭവനും കേന്ദ്രവും ഇതിനെ നേരിട്ടാൽ സർക്കാരിന് നിയമപരമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേന്ദ്ര നിയമത്തെ സംസ്ഥാന സർക്കാർ ബോധപൂർവം അവഗണിച്ചുവെന്ന പ്രതിച്ഛായ ദേശീയ തലത്തിൽ UDFന് ക്ഷീണമുണ്ടാക്കും. വരും മണിക്കൂറുകളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത നീക്കങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗത്തിന് അദ്ദേഹം അനുമതി നൽകിയെങ്കിലും തന്റെ ഔദ്യോഗിക പദവിയെ മറികടന്ന് സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് ഗവർണർ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ സതീശന് സർക്കാരിന്റെ കന്നി നയപ്രഖ്യാപനം വികസനരേഖ എന്നതിലുപരി ഒരു പുതിയ പ്രോട്ടോക്കോൾ യുദ്ധത്തിന്റെ തുടക്കമായാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. കേന്ദ്രവുമായുള്ള സഹകരണത്തിന്റെ പാത സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ നാണയത്തിൽ തന്നെ കേന്ദ്ര നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ ഈ തന്ത്രപരമായ തീരുമാനം പുതിയ സർക്കാരിന് മുന്നിൽ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ് തുറന്നിട്ടിരിക്കുന്നത്. നമസ്കാരം. Thank you.